എന്നാലും എൻ്റെ കുഴൽനാടോ, താനൊക്കെ എന്തൊരു കള്ളനാടോ. സംഗതി കോൺഗ്രസ്സുകാരാവുമ്പോൾ തരക്കേടില്ലാത്ത രീതിയിൽ തട്ടിപ്പും വെട്ടിപ്പും പറ്റിപ്പും ഒക്കെ കൈവശമുള്ളവർ ആയിരിക്കും. പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ഭവന പദ്ധതിയായ ലൈഫിൽ വന്ന 7 വീടുകൾ അടിച്ചു മാറ്റി സ്വന്തം പേരിൽ സ്വന്തം പാർട്ടിയുടെ ഒരു ക്യാമ്പയിന്റെ പേര് കൊടുത്ത് പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞ അത് തീരെ ഉളുപ്പും മാനവും ഇല്ലാത്ത ഏർപ്പാടായി പോയില്ലേ. പായിപ്ര ഗ്രാമപഞ്ചായത്ത് നൽകിയ വീടുകൾക്ക് വേണ്ടി നാട്ടിലാകെ വൻ പണപ്പിരിവ് നടത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്തിരിക്കുന്നു നമ്മുടെ കുഴൽനാടൻ. സംഭവം വീണ വിജയന്റെ കമ്പനി നടത്തിപ്പ് ശരിയല്ല, അന്വേഷണം വേണം എന്നൊക്കെ പറഞ്ഞാണ് കുഴൽനാടൻ പുറത്തിയാടിയത്. പക്ഷെ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു. ഇപ്പൊ അട്ടത്ത് കയറി ഒളിക്കേണ്ട സ്ഥിതിയാ മൂപ്പർക്ക്. വല്ലാത്ത ജാതി കള്ളം തന്നെ. ചിന്നക്കനാൽ റിസോർട്ട്, പുറമ്പോക്ക് ഭൂമി കൈവശപ്പെടുത്തിയത്, ടാക്സ് വെട്ടിപ്പ്, ഊത്തന്മാരുടെ കേസെടുത്ത് തേയിലുമൊക്കെ മൂപ്പര് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലായി. ഇതൊന്നും പോരാതെയാണ് ഈ പറഞ്ഞ ലൈഫ് വീട് അടിച്ചു മാറ്റൽ. കോൺഗ്രസ് സംഘടിപ്പിച്ച ജോഡോ യാത്രയുടെ പേരും ചേർത്ത് സ്വന്തം പേരിൽ ഭാരത് ജോഡോ വില്ലാസ് എന്ന പേരിട്ട് 7 കുടുംബങ്ങൾക്ക് വെച്ച് നൽകിയ വീടുകളെല്ലാം പഞ്ചായത്ത് നിർമ്മിച്ച് നൽകിയതാണ് എന്ന രേഖ പുറത്തു വന്നതോടെ ഇത്രയും തരംതാണ നിലവാരത്തിലേക്ക് അധംപതിച്ചു കഴിഞ്ഞ ഒരു അൽപ്പനയാണ് കുഴൽനാടനിൽ കാണാൻ സാധിക്കുന്നത്. ഇതൊരു മാനം കെട്ട പരിപാടിയായി പോയത് അവിടെ നിൽക്കട്ടെ, പബ്ലിസിറ്റി സ്വപ്നം കണ്ട് ചെയ്തതാണെന്ന് കരുതാം. പക്ഷെ ഈ വീടുകൾ പണിയാൻ വേണ്ടി പിരിച്ചെടുത്ത ലക്ഷക്കണക്കിന് രൂപ എവിടെ പോയണ്ണാ? താങ്കൾ കോൺഗ്രസിന്റെ പേരിൽ പിടിച്ചെടുത്ത തുക എന്താണ് ചെയ്തതെന്ന് സ്വന്തം പാർട്ടിക്കാരോടെങ്കിലും പറയണം കേട്ടോ. ജനങ്ങളെ സംബന്ധിച്ച് ഉത്തരം തേടി അധികം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു റിസോർട്ട് വാങ്ങാനും കയ്യേറാനും മതിൽ കെട്ടാനും ഒക്കെ ഒരുപാട് കാശ് വേണ്ടതല്ലേ. അപ്പോൾ പിരിച്ചെടുത്ത തുക അതിലേക്ക് മറിച്ചതായിരിക്കും. പുള്ളിക്കാരനൊരു പാവം ലക്ഷപ്രഭു അല്ലേ. മൂവാറ്റുപുഴ പായിപ്ര പെരുമറ്റം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ ഒരു നോട്ടീസിന്റെ ഉള്ളടക്കം ഞാൻ വായിക്കാം. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടന്റെ നേതൃത്വത്തിൽ പെരുമറ്റത്ത് നിർമ്മിച്ച 7 വീടുകളുടെ താക്കോൽദാനം MLA നിർവഹിക്കുന്നു. ഭാരത് ജോഡോ വില്ല എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഭവനങ്ങൾ നിർമ്മിക്കുന്നതിന് ചെറുതും വലുതുമായ തുകകൾ സംഭാവന ചെയ്തവർക്ക് മാത്യു കുഴൽനാടന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ വകയെ അകമഴിഞ്ഞ നന്ദി എന്നാണ്. ലൈഫ് പദ്ധതി വഴി വീട് നിർമ്മിക്കാൻ തുക അനുവദിക്കപ്പെട്ട 7 പേരുടെ വിവരങ്ങൾ പുറത്തുവിട്ടപ്പോഴാണ് കുഴലിന്റെ കള്ളത്തരം പുറത്തിയാടിയത്. ഒരേ പേരിൽ 2 വീടോ എന്ന ആശയക്കുഴപ്പം വന്നപ്പോഴല്ലേ നാട്ടുകാർക്ക് സംഭവം മനസ്സിലായത്. ലൈഫ് ഭവന പദ്ധതിയിലെ വീട് അടിച്ചു മാറ്റി തന്നിട്ട് ഉളുപ്പില്ലേ ഹേ ഇങ്ങനെ നോട്ടീസ് അടിച്ച് നടക്കാൻ എന്നാണ് ഇപ്പൊ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണം നൽകിയ നാട്ടുകാരെ പറ്റിച്ചതും പോരാഞ്ഞിട്ട് മനുഷ്യന്റെ അന്തസ് കെടുത്തുന്ന രീതിയിൽ ഭാരത് ജോഡോ വില്ല എന്ന കോൺഗ്രസിന്റെ ഒരു പടുകൂറ്റം ബോർഡും ഇത്രയും വലിയ അഴിമതി വീരന്മാർ എല്ലാം എങ്ങനെ ഒരുമിച്ച് കോൺഗ്രസിൽ വന്ന് അടിഞ്ഞുകൂടിയെന്നാണ് ഇപ്പൊ എന്റെ സംശയം.